ആണെങ്കിലും പിന്നെ BGM ആണെങ്കിലും എല്ലാം. പിന്നെ ഒരു കാലത്ത് നമ്മൾ മൈഡിയർ കുട്ടിച്ചാത്തനും ഓഹാബിയും അതുപോലെ പട്ടണത്തിൽ പോകുന്ന പോലെ സിനിമകൾ നമ്മൾ കണ്ടാണ്. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ടൊവിനോടൊരു പടവും ഇപ്പോൾ വന്നിരിക്കുന്ന ലാലേട്ടൻ്റെ പടവും കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലത്തെ ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം 3D ആയതുകൊണ്ട് ചില രംഗങ്ങൾ നമ്മൾ പേടിച്ചു. 3D ഞങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ചു, ശരിക്കും പേടിച്ചു. കാരണം വെച്ചാൽ അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടൊരു ഡയറക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും സമ്മാനിക്കണമല്ലോ, അതിൻ്റെ രീതിയിലാണ് അദ്ദേഹം ആ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും ഫാൻസുകാരാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം അവരുടെ സിനിമകൾ കാണുന്ന രണ്ട് ഇതാണെങ്കിലും സിനിമകൾ എല്ലാവരും വന്ന് ആസ്വദിക്കും. എല്ലാവരും പറയുന്നത് മമ്മൂക്ക ഫാൻസും പറയുന്നുണ്ട് നല്ല സിനിമയാണെന്ന്. ഇനി ഈ അവധിക്കാലം കുട്ടികൾക്കൊക്കെ കാണാവുന്നൊരു സിനിമയാണ് സംബന്ധിച്ച് ഫാമിലിയായിട്ട് പോയി കാണാവുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് നാടുകളിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, അന്യഭാഷ നാടുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അതിഥി താര ഈ സിനിമയിലുണ്ട് കേട്ടോ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അതൊരു സസ്പെൻസാണ് പടത്തിൽ. പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുക, അതുപോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വില്ലന്മാരാണെങ്കിലും ഗംഭീരമാണ്. പിന്നെ അതിലുപരി 2 പാട്ടുണ്ട്. ഒന്ന് ലാലേട്ടൻ പാടിയ പാട്ട് വൈറലായി അറിയണം, ലാലേട്ടൻ പാടിയ പാട്ട് ഗംഭീരമായിട്ടില്ല ആ പാട്ടും. പിന്നെ വേറൊരു ഫീമെയിൽ പാടിയ പാട്ടുമാണ് ഇതിനകത്ത് മെയിനായിട്ടുണ്ട്. എന്തെങ്കിലും പാട്ടുകളും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എല്ലാ ഫാമിലിയും വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ട്രെൻഡാണ്. അപ്പോൾ നമ്മുടെ കുട്ടിച്ചാത്തൻ പോലത്തെ സിനിമയ്ക്ക് ശേഷം ഒരു 3D സിനിമ ഗംഭീരം, അടിപൊളി. ലാലേട്ടോ വേറെ ലെവലാണ്. ഇനിയും ഡയറക്ഷൻ ഉണ്ടാകട്ടെ.